നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും അദാലത്ത് കുന്നംകുളത്ത് റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രണയപ്പകയെന്ന സംശയം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറുകൾ കത്തിച്ച നിലയിൽ സംഭവം പുന്നിയൂർ അകലാട് ഒറ്റൈനി ബീച്ച് റോഡിൽ കാട്ട്ലപ്പള്ളി മഹളലിംഗ് റോഡിൽ കോട്ടപ്പറമ്പിൽ സുലൈമാന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് അഗ്നിക്കിരയാക്കിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടിമിന്നലിൽ കൃഷിനാശം. കനത്ത മഴയോടുകൂടി ഇടിമിന്നലിൽ ചിറ്റണ്ട പൂങ്ങോടിൽ 50ഓളം നേന്ത്രവാഴകൾ നശിച്ചു. കൊട്ടശ്ശേരി ചന്ദ്രന്റെ കൃഷിത്തോട്ടത്തിലെ നേന്ത്രവാഴകളും 2 തെങ്ങുകളും നശിച്ചു. കടയിൽ അതിക്രമിച്ച് കയറി ഉടമയെ ആക്രമിച്ചു. എരുമപ്പെട്ട് ചിറ്റണ്ടയിൽ കടയിൽ അതിക്രമിച്ച് കയറി ഉടമയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. മൃഗാശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന പാർവതി സ്റ്റോഴ്സ് ഉടമ സനൂപിനാണ് മർദ്ദനമേറ്റത്. കേച്ചേരി എരനല്ലൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പെട്രോൾ പമ്പ് ഉടമകൾ സംസ്ഥാന പാത കയ്യേറിയതായി പരാതി. പെട്രോൾ പമ്പിന്റെ നിർമ്മാണം നടക്കുന്നത് തൃശൂർ കുന്നംകുളം പാതയിൽ എരനല്ലൂരിനും മഴുവഞ്ചേരിക്കുമിടയിൽ. തോട്ടിപ്പണിക്കാരെന്ന പരാമർശം BJP കൗൺസിലർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം. സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ BJP കൗൺസിലർ രാജിവെക്കണമെന്ന CPM ഏരിയ സെക്രട്ടറി MN സത്യൻ. ഹരിതകർമ്മസേനാംഗങ്ങളെ അത്തരത്തിൽ ഉപമിച്ചിട്ടില്ലെന്ന് ആരോപണ വിധേയനായ BJP കൗൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ KK മുരളി. വാർത്തകൾ വിശദമായി. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കുമെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും കുന്നംകുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രി തന്നെ നൂറുദിന പരിപാടികളുടെ യോഗങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ 2025 നവംബർ 1 തികയുമ്പോൾ അതിദരിദ്രരെ കണ്ടെത്തി എന്ന് മാത്രമല്ല, ആ അതിദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തുടർച്ചയായ പരിശ്രമങ്ങൾ എല്ലാ വകുപ്പുകളെയും ഉപയോഗിച്ച് നടത്തി 2025 നവംബർ 1 ലോകത്തിന്റെ മുമ്പിൽ അതിദരിദ്രരില്ലാത്ത ഒരേ ഒരു നാടായി ഈ കേരളം മാറാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളുമായി കേരള ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അഴിമതി തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വകുപ്പും ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. സർക്കാരും ജീവനക്കാരും പൊതുജനങ്ങളും അഴിമതിക്കെതിരായ പ്രവർത്തനങ്ങളിൽ അണിചേരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് സർക്കാർ കരുതലും കൈത്താങ്ങുമാവുകയാണ്. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ പോയ നിരവധി പ്രശ്നങ്ങൾക്ക് അദാലത്തിലൂടെ തീർപ്പ് കൽപ്പിക്കാനായത് സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അദാലത്തിന്റെ അനുഭവം ഉൾക്കൊണ്ട് ഭാവിയിൽ പരാതികൾ കുറയ്ക്കാനുള്ള ഇടപെടൽ വിവിധ വകുപ്പുകൾ നടത്തണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും പരാതി പരിഹാര അദാലത്തുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു ഭാഗത്ത് പരാതി പരിഹാര അദാലത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ മറ്റ് ജനവിഭാഗങ്ങളിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നുണ്ടായി. അതുകൊണ്ടാണ് വനമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കൃഷിക്കാരുടെയും മറ്റ് ജനങ്ങളുടെയും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ വന സൗഹൃദ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു മുഖ്യാതിഥിയായി. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാട് മുൻനിർത്തി നമ്മുടെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന്റെ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ തന്നെ ഓരോ മനുഷ്യരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാർ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുന്നംകുളം രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ VM ജയകൃഷ്ണൻ, കുന്നംകുളം തഹസിൽദാർ OB ഹേമ, വാർഡ് കൌൺസിലർ മിനി മോൺസി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം.
സ്വർഗം താണിറങ്ങി വന്നതോ എന്നത് സിനിമാ ഗാനശകലം. ഇവിടെ ജനാധിപത്യത്തിന്റെ ഉത്തുംഗ പദവിയിലുള്ളവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരിലൊരാളായി മണിക്കൂറോളം ഇരുന്ന് പരാതികൾ കേൾക്കുകയാണ്, പരിഹാരമുണ്ടാക്കുകയാണ്. സത്യത്തിൽ ഇതല്ല യഥാർത്ഥ ജനാധിപത്യം. റിപ്പോർട്ടിലേക്ക്. റവന്യൂ മന്ത്രി കെ രാജൻ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കുന്നംകുളം മണലൂർ മണ്ഡലങ്ങളിലെ MLA-മാർ, ജില്ലാ കളക്ടർ, വിവിധ വകുപ്പ് മേധാവികൾ, പിന്നെ ഓരോ വകുപ്പിനെയും പ്രതിനിധീകരിച്ച് നിരവധി ഉദ്യോഗസ്ഥർ. ചുവപ്പുനാടയിൽ കുടുങ്ങിയ ജീവിതങ്ങൾക്ക് മോചനമേകാൻ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരുന്നാണ് മന്ത്രിമാർ പരാതികൾ കേട്ടത്. ഓരോ പരാതിയും പരിഗണിക്കുമ്പോൾ അതാത് ഉദ്യോഗസ്ഥരോട് കൌണ്ടറിൽ ഹാജരാകാൻ മൈക്കിൽ അനൗൺസ്മെന്റ് വരും. ടോക്കൺ നമ്പർ 791 മുതൽ 795 വരെയുള്ള അപേക്ഷകർ കൗണ്ടർ നമ്പർ 5 എത്തിച്ചേരേണ്ടതാണ്. ഇരുകൂട്ടരും ഹാജരായാൽ പിന്നെ പരാതികൾ കേൾക്കുകയായി. നിയമപ്രകാരം നടത്തിക്കൊടുക്കാവുന്ന കാര്യമാണെങ്കിൽ ഉടനടി മന്ത്രിമാർ കുറിപ്പെഴുതി തീർപ്പാക്കി ഉദ്യോഗസ്ഥന് കൈമാറും. അതോടെ വർഷങ്ങളായി സർക്കാർ ഓഫീസുകളുടെ പടികയറി മടുത്ത മനുഷ്യർ ആശ്വാസത്തിന്റെ പെരുമഴ നനയും. റേഷൻ കാർഡ് BPL ആക്കി കിട്ടാനുള്ളവർ, പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, മലിനജല പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കൊപ്പം വഴിതർക്കങ്ങളും അദാലത്തിന്റെ പരിഗണനയിൽ വന്നു. അത്തരം വിഷയങ്ങൾ മീഡിയേഷന് വിട്ടു. അദാലത്തോടെ കൈയൊഴിഞ്ഞു പോവുകയല്ല, ജില്ലാതലത്തിൽ ഒരു സമിതിയുണ്ടാക്കി ഇവയുടെ പുരോഗതി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അദാലത്തിനെത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു CCTVയോട് പറഞ്ഞു. പിന്നെ BPL-ലേക്ക് മാറ്റി നൽകുന്നതിനുള്ള ചില അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട്. ഭൂമി തരം മാറ്റി നൽകുന്നതിനുള്ള അപേക്ഷ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ നഗരസഭയും പഞ്ചായത്തുകളും കെട്ടിട നമ്പർ ഇട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഏറ്റവും വേഗതയിൽ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ പല അതിർത്തി തർക്കങ്ങളാണ്, പലതും മീഡിയേഷനിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. അത് മീഡിയേഷൻ നടത്താൻ, ഏറ്റവും പെട്ടെന്ന് മീഡിയേഷൻ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതികളിൽ ബഹുഭൂരിപക്ഷവും പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നടപടി സ്വീകരിക്കേണ്ടവ സംബന്ധിച്ച് നമ്മൾ തുടർന്നും മീറ്റിങ്ങുകൾ നടത്തി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് CCTV. പരാതിരഹിത കേരളത്തിന് സർക്കാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാത്രം വിചാരിച്ചാൽ പോരെന്നും അതിനെ ഓരോ മനുഷ്യരും വിചാരിക്കണമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ കുന്നംകുളം താലൂക്ക് തല അദാലത്തിനെത്തിയപ്പോൾ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ദോഷമുണ്ടാകരുന്ന ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോൾ തന്നെ പരാതികൾ പകുതിയും കുറഞ്ഞു. ഇങ്ങനൊരു ഉയർന്ന ചിന്തയിലേക്ക് സമൂഹത്തെ എത്തിക്കുക എന്ന ക്യാമ്പയിൻ നാം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദാലത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രൊജക്ട് നിലയ്ക്ക് കാണേണ്ടി വരും. ഇത് എത്രമാത്രം വിജയകരമായിരുന്നു എന്ന് പറയാം. പരാതികൾ ഇങ്ങനെ കുന്നുകൂടുക, അതങ്ങനെ കെട്ടിക്കിടക്കുക, ജനങ്ങളിങ്ങനെ കയറി ഇറങ്ങുക, 10, 20, 30, 40, 50 വർഷം കയറി ഇറങ്ങുക. ആ ശീലമേ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറ്റണം. പ്രാദേശിക തലത്തിൽ ഉയർന്നു പറഞ്ഞ പ്രശ്നങ്ങൾ അതാത് സമയത്ത് തന്നെ പരിഹരിച്ചാൽ ഇത്രയേറെ പരാതികൾ കുമിഞ്ഞു കൂടുന്ന സ്ഥിതി ഉണ്ടാവില്ല. പിന്നെ പരാതി തീർക്കേണ്ട മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മാത്രം ചുമതലയല്ല എന്നും പരാതികൾ ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ചുമതലയായിട്ട് മാറും. അതിർത്തി തർക്കം, ഞാൻ കാരണം ഒരു അതിർത്തിയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ഓരോ മനുഷ്യനും തീരുമാനമാണ്. ഈയിടെ ഉയർന്നു വന്ന ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അഴിമതിരഹിത കേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും സർക്കാർ നിലപാടിനൊപ്പമാണെന്നും എന്നാൽ ചില പുഴുക്കുത്തുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത്തരം പുഴുക്കുത്തുകളെ തുടച്ചു നീക്കുകയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാധാരണക്കാർ അല്ലെങ്കിൽ തന്നെ സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ അല്പം ഡിലേ വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം അദാലത്തുകൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത് തന്നെ. അപ്പോൾ ഈ അഴിമതി കൂടി സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് എന്തുമാത്രം മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതി രഹിതമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള സിവിൽ സർവീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം മുഴുവൻ തുടച്ചു നീക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നില്ല. ഇപ്പോഴും പുഴുക്കുത്തുകൾ നമ്മുടെ സർവീസിൽ ഉണ്ടാകും. എന്നാൽ ഭൂരിപക്ഷം ആളുകളും അത് തിരുത്താൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നില്ല. ചില അപവാദങ്ങളുണ്ടാകാം. അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടി അഴിമതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കില്ല. LD ക്ലർക്കും പ്യൂണും വരെ രാജാവാകുന്നതാണ് നാം കണ്ടുപഴകിയ സർക്കാർ സംവിധാനം. അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ജനകീയ കളക്ടർ. അദാലത്തിലെ വേറിട്ട കാഴ്ചയായിരുന്നു അത്. ആവലാതികളുമായി വരുന്ന മനുഷ്യരെ തോളത്തു തട്ടി ചേർത്തു പിടിച്ച് ഓരോ കൗണ്ടറുകളിലേക്കും ആനയിക്കുകയാണ് ഈ മനുഷ്യൻ. അതെ, തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ തലവൻ കൃഷ്ണതേജ IAS. കളക്ടർ കൃഷ്ണതേജ തന്നെയായിരുന്നു അദാലത്തിലെ ശ്രദ്ധാകേന്ദ്രം.
അദാലത്ത് നടക്കുന്ന ടൗൺ ഹാളിൽ മറ്റേത് ഉദ്യോഗസ്ഥനേക്കാളും ഉത്തരവാദിത്വത്തിൽ ഓടി നടക്കുകയാണ് ഇദ്ദേഹം. പരാതിക്കാരെ ആനയിക്കുന്നു, മന്ത്രിമാരോട് ആശയവിനിമയം നടത്തുന്നു, ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു ഓൾറൗണ്ടറായി ഈ അദാലത്തിന്റെ വിജയത്തിനു വേണ്ടി ഉണർവോടെ നിലകൊണ്ടയാളാണ് കളക്ടർ. ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരേ മനസ്സോടെ കൈകോർത്തപ്പോഴാണ് അദാലത്ത് ഇത്രമേൽ വിജയകരമായത്. ലഭിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും തത്സമയം തന്നെ തീർപ്പ് കൽപ്പിച്ചതായും ബാക്കിയുള്ള ചുരുക്കം ചില അപേക്ഷകളിൽ അടിയന്തര നടപടിക്ക് ശുപാർശ ചെയ്തതായും കളക്ടർ കൃഷ്ണതേജ CCTVയോട് പറഞ്ഞു. ഏകദേശം 515 അപ്ലിക്കേഷൻസാണ് വന്നത്. 515 പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പകുതിയോളം ഏകദേശം ഇന്ന് തന്നെ തീർപ്പാക്കാനും പറ്റിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15 പേർക്ക് BPL കാർഡ് നമ്മൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി അപേക്ഷകൾ ഇന്ന് തന്നെ തീർപ്പാക്കിയിട്ടുണ്ട്. ഒരു പകുതിയോളം തീർപ്പാക്കാനുണ്ട്. അത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഇന്ന് വന്ന അപേക്ഷകളാണ്. അത് ഫോർവേഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മോണിറ്ററിംഗ് താലൂക്ക് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഒരു സെപ്പറേറ്റ് മോണിറ്ററിംഗ് സെല്ലുണ്ട്. ആ സെൽ എല്ലാ ദിവസം അതാത് അപേക്ഷകളുടെ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യും. നമ്മൾ കമ്പ്യൂട്ടറിലും അത് കാണാൻ പറ്റും. ന്യൂസ് ഡെസ്ക് CCTV. മറ്റു വാർത്തകൾ. പുന്നൂർ ഒറ്റൈനിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട 2 കാറും 3 ബൈക്കും തീവെച്ച് നശിപ്പിച്ചു. കാട്ടിലെപ്പള്ളി ബീച്ച് മഹളറ ലിങ്ക് റോഡിൽ കുളങ്ങര വീട്ടിൽ ജമാലിന്റെ ആഡംബര വാഹനങ്ങളാണ് കത്തി നശിച്ചത്. 5 വാഹനങ്ങളും കത്തി അമർന്നു. സമീപത്തെ മറ്റൊരു കാറിലേക്ക് തീ പടരുന്ന മുൻപേ അണയ്ക്കാനായി. വെള്ളിയാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് സംഭവം. കാറിലെ അലാം ശബ്ദം കേട്ടാണ് ജമാലും വീട്ടുകാരും ഉണർന്നത്. ഈ സമയം വാഹനങ്ങളിലെ തീ വീടിന് മുന്നിലേക്കും ആളിപ്പടർന്നിരുന്നു. അയൽ വീടുകളിൽ നിന്നും ഉൾപ്പെടെ വെള്ളം പമ്പ് ചെയ്ത് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. മുറ്റത്ത് പലയിടത്തായി നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ 2 കാറുകൾക്കും ഇടയിൽ നിർത്തിയാണ് തീ വെച്ചിട്ടുള്ളത്. വീടിന് മുന്നിലെയും പരിസരത്തെയും ചെടികളും മറ്റും കത്തിക്കരിഞ്ഞ നിലയിലാണ്. വീടിനുള്ളിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. എടക്കഴിയൂർ സ്വദേശിയായ ജമാൽ ഭാര്യ വീടായ കോട്ടപ്പറമ്പിൽ സുലൈമാന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ജമാലും ഭാര്യയും 3 മക്കളും മരുമകളും ഭാര്യയുടെ മാതാപിതാക്കളുമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് വീട്ടുകാർ ഉറങ്ങാൻ കിടന്നത്. 1.5 മണിക്കൂറിനുള്ളിൽ തീപിടുത്തവും ഉണ്ടായി. ഇന്നലെ രാത്രി 2:30 മണിക്കാണ് സംഭവം ഉണ്ടായത്. അങ്ങനെ വണ്ടിയുടെ അലാറം കെട്ടാണ് അങ്ങനെ പുറത്ത് വന്നത്. അപ്പം 3 ബൈക്കും ഈ 2 കാറും നിന്ന് കത്തനാണ് കാണുന്നത്. പ്രദേശത്തെ പമ്പിൽ കുപ്പിയുമായി 2 പേർ പെട്രോൾ വാങ്ങാൻ വന്നിരുന്നു. കുപ്പിയിൽ തരില്ലെന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചയച്ചു. 2 പേർ എടക്കഴിയൂർ പമ്പിൽ നിന്ന് കാനുകളിലായി പെട്രോൾ വാങ്ങിപ്പോയതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവരെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത്. വടക്കേക്കാട് SI സിസിൽ ക്രിസ്ത്യൻ രാജിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. CCTV ന്യൂസ് പുന്നൂർകുളം. പുന്നൂർ ഒറ്റൈനിയിൽ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിച്ച സംഭവം പ്രണയപ്പകയെന്ന വീട്ടുകാർ. ജമാലിന്റെ മകനും ഒരുമനൂർ സ്വദേശിയായ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയമാണ് അക്രമത്തിന് കാരണമായി വീട്ടുകാർ സംശയിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പെൺകുട്ടി ജമാലിന്റെ മകനൊപ്പം വന്നിരുന്നു. പെൺകുട്ടിയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഇവരുടെ വീട്ടുകാരും ബന്ധുക്കളും ഭീഷണിപ്പെടുത്തിയിരുന്നതായി ജമാൽ പറയുന്നു. വ്യാഴാഴ്ചയും ഇത് സംബന്ധിച്ച ചർച്ചയും പിന്നാലെ ഭീഷണിയും ഉണ്ടായതായി ജമാൽ കൂട്ടിച്ചേർത്തു. 100 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി സേഫ് ആൻഡ് സ്ട്രോങ് നിധി കമ്പനി ചെയർമാൻ പ്രവീൺ റാണയെ കുന്നംകുളത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 6ഓളം കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രവീൺ റാണയെ കേസന്വേഷണത്തിന്റെ ഭാഗമായി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കുന്നംകുളം തൃശൂർ റോഡിലെ സേഫ് ആൻഡ് സ്ട്രോങ് എന്ന സ്ഥാപനത്തിലും പണം നിക്ഷേപിച്ച സ്ഥലങ്ങളിലും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. അതേസമയം സ്ഥാപിത താൽപര്യക്കാരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് താൻ നേരിടേണ്ടി വന്നതെന്ന് പ്രവീൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കമ്പനിയിൽ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതായി PG ചുവന്നമണ്ണ് സ്വദേശിനി പുതുശ്ശേരി വീട്ടിൽ ഹണിറോസ് നൽകിയ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി തട്ടിപ്പുകൾ പുറത്തായത്. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പൊള്ളാച്ചിയിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. 11 സ്ഥാപനങ്ങളുടെ ബ്രാഞ്ചുകൾ വഴിയായിരുന്നു തട്ടിപ്പ്. ഇയാൾ ഉപയോഗിച്ചിരുന്ന 7 വാഹനങ്ങളും 17 ലാപ്ടോപ്പുകൾ, 8 ഹാർഡ് ഡിസ്ക്, വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി രേഖകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പ്രവീൺ റാണയ്ക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇയാൾ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, അഡീഷണൽ സബ് ഇൻസ്പെക്ടർ പ്രേംജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ ഗിരീശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. CCTV ന്യൂസ് കുന്നംകുളം.
എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ കടയിൽ അതിക്രമിച്ച് കയറി ഉടമയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. മൃഗാശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന പാർവതി സ്റ്റോഴ്സ് ഉടമ കടലശ്ശേരി വീട്ടിൽ സനൂപിനാണ് പരിക്കേറ്റത്. ഉച്ചയോടെ കടയിലെത്തിയ അക്രമി സനൂപിനെ ആക്രമിക്കുന്നതിനിടയിൽ ഓടിയെത്തിയ ഭാര്യ സനൂപിനെയും മർദ്ദിച്ചിട്ടുണ്ട്. സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും കടയിൽ സൂക്ഷിച്ചിരുന്ന പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തുടർന്ന് സനൂപിന്റെ കാതിൽ കിടന്നിരുന്ന കമ്മൽ പറിച്ചെടുക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. തലയ്ക്കും കയ്യിനും കാലിനും പരിക്കേറ്റ സനൂപിനെ ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. ഞാൻ കട തുറന്ന കടയിൽ ഇരിക്കുന്നു. അപ്പോൾ സുധീർ എന്ന് പറഞ്ഞിട്ട് ചോറത്തോടെന്നുള്ളതാ. ആളും എന്താ പറയുക, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മാമൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് അവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് അടിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ കടയിൽ ഇരിക്കുന്നു. കടയിൽ നിന്ന് വലിച്ച് പുറത്തിട്ട് റോട്ടിലിട്ടിട്ടാണ് എന്നെ തല്ലിയത്. പ്രകോപനം കൂടാതെ ആള് എന്നെ തല്ലിയിരിക്കുന്നു. ആള് മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഞാൻ വീടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ ബഹളം ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഓടി ചെന്നപ്പോൾ എന്നെ അവർ തല്ലി. എൻ്റെ പുറത്തേക്ക് അവർ തല്ലി, എന്നെയും തല്ലി. ഈ കട ഇവിടെ വന്നതിന് ശേഷം ഈ കട ഇവിടുന്ന് പൊളിച്ച് മാറ്റണം, ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞിട്ട് എന്താ പറയുക, കുറച്ച് കാലം 2 വർഷമായിട്ട് ആളുടെ ഇളയ മാമൻ മോഹനൻ, അയാളുടെ മകൻ അഭിഷേക്, ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആർക്കും എന്താ പറയുക എന്ത് ചെയ്യാന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പോൾ അവർ പോണത്. അവരുടെ എന്താ പറയുക, അവർ വന്ന് എല്ലാം ചെയ്തിട്ട് ഇതിനൊക്കെ കൂട്ടുനിന്ന് പ്രേരണ ചെയ്തിട്ട് സൈഡിൽ മാറി നിന്നിട്ട് ഇതൊക്കെ കാണുമായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേച്ചേരി എരനല്ലൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പെട്രോൾ പമ്പ് ഉടമകൾ സംസ്ഥാന പാത കയ്യേറിയതായി പരാതി. തൃശൂർ കുന്നംകുളം പാതയിൽ എരനല്ലൂരിനും മഴവഞ്ചേരിക്കും ഇടയിലാണ് പെട്രോൾ പമ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. പറമ്പിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനായി ഇന്റർലോക്ക് വിരിക്കുന്നതിന്റെ മറവിലാണ് പാതയോരത്ത് കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. തൃശൂർ കുറ്റിപ്പുറം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തിനപ്പുറത്തേക്കും ഇന്റർലോക്ക് വിരിച്ച സ്ഥിതിയാണുള്ളത്. റോഡ് നിർമ്മാണത്തിന്റെ ചുമതലയുള്ള KSTB അധികൃതർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കയ്യേറ്റത്തിനെതിരെ നോട്ടീസ് പതിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് പമ്പുടമകൾ ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്നത്. റോഡ് കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്ത് അധികൃതർ പമ്പുടമയ്ക്ക് നോട്ടീസ് നൽകി. അനധികൃതമായി കയ്യേറിയ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് നൽകുന്നതിന്റെ ഭാഗമായി പമ്പിലെത്തിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറയുകയും പിടിച്ചു തള്ളാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. പമ്പുടമയുടെ അനധികൃത കയ്യേറ്റത്തിനെതിരെ റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് വ്യക്തമാക്കി. പഞ്ചായത്തിലെ 12ാം വാർഡ് എരനല്ലൂർ പ്രദേശത്ത് പുതിയ ആരംഭിക്കുന്ന പെട്രോൾ പമ്പ് അനധികൃതമായിട്ട് റോഡ് കയ്യേറിയിട്ടാണ് ഇപ്പോൾ അവർ കട്ട വിരിക്കുന്നത്. അവർക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. CW, KSTB എന്നിവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂറിനകം ഈ കട്ട വിരിച്ചത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നുള്ള നോട്ടീസും അവർക്ക് കൊടുത്തിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന മേഖലയിൽ അനധികൃതമായി സ്ഥലം കയ്യേറി ഇന്റർലോക്ക് വിരിക്കുന്നതിലൂടെ വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നതിനും അനധികൃത കയ്യേറ്റം കാരണമാകുമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. പുലർച്ചെയുണ്ടായ കനത്ത മഴയോടുകൂടി ഇടിമിന്നലിൽ ചിറ്റണ്ട പൂങ്ങോടിൽ 50ഓളം നേന്ത്രവാഴകൾ നശിച്ചു. കൊട്ടശ്ശേരി ചന്ദ്രന്റെ കൃഷിത്തോട്ടത്തിലെ നേന്ത്രവാഴകൾ 2 തെങ്ങുകളും നശിച്ചു. കുലച്ചു ഭാഗമായ നേന്ത്രവാഴ കുലകൾക്കാണ് മിന്നലേറ്റത്. തെങ്ങുകളുടെ തലഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. സ്ഥലം പാട്ടത്തിനടുത്താണ് ചന്ദ്രൻ കൃഷി ഇറക്കിയിരുന്നത്. കൃഷി ഓഫീസിൽ പരാതി നൽകി. സമീപത്ത് താമസിക്കുന്ന പള്ളത്തുവളപ്പിൽ സന്തോഷിന്റെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇടിമിന്നലിൽ എൻ്റെ വാഴ 2 തെങ്ങും നഷ്ടപ്പെട്ടു. അനവധി നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഈ നിലയ്ക്ക് ലോൺ എടുത്തിട്ടാണ് വേറെ കൃഷികൾ ചെയ്യണത് ഞാൻ. അല്ലാതെ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ നഷ്ടം വന്നാൽ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ധനസഹായം കിട്ടുമോ എന്നുള്ള അറിയില്ല. കൃഷി ഓഫീസറെ കൊടുന്ന് കാണിച്ചു നോക്കണം. അല്ലാതെ ഇപ്പോൾ രക്ഷയില്ലല്ലോ. പോയി തന്നെ. അങ്ങനെ സങ്കടത്തിലാണ് ഞാൻ. ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കല്ലമ്പുറം പഴഞ്ഞി റോഡിൽ കടവലൂർ സഹകരണ ബാങ്കിന് സമീപത്താണ് പൈപ്പ് പൊട്ടി ദിവസങ്ങളായി ലിറ്റർ കണക്കിന് ശുദ്ധജലം പാഴായി പോകുന്നത്. അധികാരികൾ വിവരം അറിയിച്ചിട്ടും പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഇത് ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡ് തകരാനും കാരണമാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി.
പഴുനാന ദേവി സഹായം സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ആയിരക്കണക്കിന് സ്കൂളുകളിലെ കെട്ടിടങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്കും ഏറ്റവും മെച്ചപ്പെട്ട പഠനത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ എയ്ഡഡ് സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലേക്കോ കുട്ടികളെ പറഞ്ഞു വിടാൻ വേണ്ടി മടി കാണിച്ചിരുന്ന രക്ഷകർത്താക്കൾ ഇന്ന് നല്ലപോലെ നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടാൻ വേണ്ടി തയ്യാറാകുന്നു. അതുകൊണ്ടാണ് 6-7 വർഷം കൊണ്ട് ഏകദേശം 10 ലക്ഷത്തിലധികം കുട്ടികൾ നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറായത്. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത ഷിബു, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരി, പഞ്ചായത്ത് അംഗങ്ങൾ ചൊവ്വന്നൂർ BPC ബിന്ദു ടീച്ചർ, കാണിപ്പയൂർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് VK രമേശ്, PTA പ്രസിഡന്റ് PK ഉമ്മർ, MPTA പ്രസിഡന്റ് ശങ്കരനാരായണൻ എന്നിവരും ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ വെച്ച് കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച മാനേജർ K രാമകൃഷ്ണനെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ഹരിയെയും ആദരിച്ചു. സ്കൂൾ മാനേജർ K രാമകൃഷ്ണൻ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് മേരി K സൈമൺ നന്ദിയും പറഞ്ഞു. സമ്മേളനാനന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുന്നാന, വെള്ളിത്തിരുത്തി, ചെമ്മന്തിട്ട തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി അച്യുതപ്പണിക്കർ 1932 ദേവി സഹായം സ്കൂൾ ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുകളഞ്ഞ് 6000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. CCTV ന്യൂസ്, വേലൂർ. പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് റോഡിൽ വീണ്ടും ടാറിംഗ് നടത്തി. 2 മാസം മുൻപ് ഈ റോഡിലെ കുഴികൾ അടച്ച് ടാറിംഗ് നടത്തിയിരുന്നു. എന്നാൽ ടാറിംഗ് നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ റോഡിൽ ടാറിംഗ് അടർന്നത് പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. പ്രദേശത്തെ സംഘദേശം സംഘടന റോഡ് പണിയിലെ അഴിമതി ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാകും മുൻപ് വാഹനങ്ങൾ ഓടിയതാണ് ആദ്യം ചെയ്ത ടാറിംഗ് ഇളകാൻ കാരണമെന്ന് കരാറുകാരൻ പറഞ്ഞു. പാടത്ത് കൊയ്ത്ത് നടന്നിരുന്നതിനാൽ നെല്ലും വൈക്കോലും കയറ്റിയ ലോറികൾ ടാറിംഗിനിടെ സവാരി നടത്തി. ടാറിംഗ് നടക്കുന്ന ഭാഗത്ത് വാഹന ഗതാഗതം തടസ്സപ്പെടുത്താൻ കഴിയാതിരുന്നതും റോഡ് തകരാൻ ഇടയാക്കിയതായി കരാറുകാരൻ വ്യക്തമാക്കി. ദേശീയപാത 66 മണത്തല കാറ്റാട് റോഡിന് സമീപം ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. മണത്തല നാലകത്ത് മുസ്ലിം വീട്ടിൽ നജീബിനാണ് പരിക്ക്. ഇന്ന് വൈകിട്ട് 4:30 സംഭവം. സാരമായി പരിക്കേറ്റ നജീബിനെ മണത്തല ലാസ്യോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ താണിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ശനിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, നാഗപൂജ എന്നിവ ഉണ്ടാകും. വൈകിട്ട് ചുറ്റുവിളക്ക്. ഗുരുവായൂർ ശ്യാമലിന്റെ ശിക്ഷണത്തിൽ തായമ്പക അഭ്യസിച്ച ശരത് കൃഷ്ണ, ശ്രീരംഗ്, അശ്വിൻ, അനൽ, മാധവ് എന്നീ കുട്ടികളുടെ പഞ്ചതായമ്പകയും ഉണ്ടാകും. കാട്ടകമ്പാൽ പഞ്ചായത്ത് 9ാം വാർഡ് കുടുംബശ്രീ വാർഷികവും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ റോസ്ഗാർ ദിനവും ആഘോഷിച്ചു. പഴഞ്ഞി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം KT ഷാജൻ, കുടുംബശ്രീ ഭാരവാഹികളായ TS അശ്വതി, ഷീബ സണ്ണി, തൊഴിലുറപ്പ് മേറ്റ് ലളിത രാജൻ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. യോഗത്തിൽ വാർഡംഗം ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം KT ഷാജൻ, കുടുംബശ്രീ ഭാരവാഹികളായ അശ്വതി TS, ഷീബ സണ്ണി, തൊഴിലുറപ്പ് മേറ്റ് ലളിത രാജൻ എന്നിവർ പങ്കെടുത്തു. കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തി. എരുവപ്പെട്ടി വെള്ളറക്കാട് നെല്ലിക്കുന്നിൽ പ്രവർത്തിക്കുന്ന മതഭൗതിക പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിയായ പട്ടിക്കര പുതുവീട്ടിൽ ഷെറീഫിന്റെ മകൻ 19 വയസ്സുള്ള മുഹമ്മദ് ഹാരിസിനെ കഴിഞ്ഞ 22-ാം തീയതി മുതൽ കാണാതായിരുന്നു. ഈ കുട്ടിയെ കണ്ടെത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചതിന് അധ്യാപകൻ വഴക്ക് പറയുകയും ഫോൺ പിടിച്ചു വെക്കുകയും ചെയ്ത മനോവിഷമത്തിലാണ് മുഹമ്മദ് ഫാരിസ് നാടുവിട്ടതെന്ന് പറയുന്നു. സ്ഥാപന അധികൃതരും ബന്ധുക്കളും എരുവപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഹമ്മദ് ഫാരിസിന്റെ ഫോട്ടോയും വിവരങ്ങളും വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് കുട്ടിയെ കണ്ടെത്താനായത്. നഷ്ടപ്പെട്ടു. കൂനമുച്ചി ചാഴൂർ വീട്ടിൽ രാജൻ ബാബുവിന്റെ ആധാരവും വിവിധ രേഖകളും അടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടു. ലഭിക്കുന്നവർ അറിയിക്കുക. ഫോൺ നമ്പർ 98 46 09 20 99, മറ്റൊരു നമ്പർ 89 43 35 14 10. പഴഞ്ഞിമാർ ബസേലിയോസ് LP സ്കൂളിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു.
രണ്ടാഴ്ച മുൻപാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത്. പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ വെള്ളം വിതരണം ചെയ്യുമ്പോഴൊക്കെ ഇവിടെ വെള്ളം പാഴാകുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒറ്റപ്പിലാവിൽ നടക്കുന്ന SSF 30ാം ജില്ലാ സാഹിത്യോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. SSF ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ഫാറൂഖ് നാമി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാനായി സയ്യിദ് തഖിയുദ്ദീൻ തങ്ങൾ, അബ്ദുൾ ജബ്ബാർ, കൺവീനർ അലി ഹസനി, ഫിനാൻസ് ചെയർമാൻ കോർഡിനേറ്ററായി അബൂബക്കർ സാദി എന്നിവരെ തെരഞ്ഞെടുത്തു. ജൂലൈ 20 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലാണ് ഒറ്റപ്പിലാവിൽ ജില്ലാതല സാഹിത്യോത്സവം നടക്കുക. മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലാ അതിർത്തിയായ ചാലുശ്ശേരി ചങ്ങരംകുളം പാതയിൽ മുക്കൂട്ട പാടത്തെ തോട്ടിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. പാടശേഖരത്തിലും തോട്ടിലും കക്കൂസ് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. രാസപദാർത്ഥങ്ങൾ ചേർത്താണ് മാലിന്യം കൊണ്ടുവന്നിരുന്നതെങ്കിലും ഇതിന്റെ ശക്തി കുറയുന്നതോടെ രൂക്ഷമായ ദുർഗന്ധമാണ് ഉയരുന്നത്. 3 ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ഇവിടെ വിജനമായ ഇടമായതിനാൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. കടങ്ങോട് കിഴക്കുമുറി മൊയ്നുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മഹല്ല ഖത്തീബ് മസൂദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AM അബു ത്വാലിബ് അധ്യക്ഷനായി. സെക്രട്ടറി CU നൌഷാദ്, PJ ഹെൻറി മാസ്റ്റർ, KN രാമൻ, PM ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റം യുവതാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. മറ്റം കാക്കശ്ശേരി സമാജം ഹാളിൽ ഉല്ലാസ പറവകൾ 2023 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചിത്രരചന, ഡാൻസ്, പാട്ട്, അഭിനയ പരിശീലനം, വ്യക്തിത്വ വികസനം, പ്രസംഗ പരിശീലനം, ലഹരി വിരുദ്ധ ക്ലാസ്, ശുചിത്വ ക്ലാസ്, നാട്ടറിവ് യാത്ര തുടങ്ങിയവയിൽ 2 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. 2ാം ദിനത്തിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ജോൺസൺ നമ്പഴിക്കാട്, കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിലർ TV ബിജി, നാട്ടറിവ് കലാകാരൻ MR വർഗീസ് എന്നിവർ ക്ലാസ് നയിച്ചു. 50ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സൊസൈറ്റി ഭാരവാഹികളായ CO ലൂയിസ്, PT ആൻഡോ, TA പ്രിൻസൺ, PV ലിസ്റ്റൺ, KJ സജിമോൻ, കൺവീനർ ശരത് ലൂയിസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തോട്ടിപ്പണിക്കാർ എന്ന പരാമർശം BJP കൗൺസിലർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് നഗരം ചുറ്റി ശക്തമായ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ നഗരസഭയിലെ ഹരിതകർമ്മസേനയെ തോട്ടിപ്പണിക്കാരെന്ന് വിളിച്ച് തൊഴിലിനെയും സ്ത്രീത്വത്തെയും അധിക്ഷേപിച്ച BJP കൗൺസിലറും നഗരസഭാ BJP കക്ഷി നേതാവുമായ KK മുരളി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. നഗരസഭയുടെ പുറകുവശത്തെ കവാടത്തിൽ നിന്നാരംഭിച്ച പ്രകടനം ഗുരുവായൂർ, തൃശൂർ റോഡുകളിലൂടെ നഗരം ചുറ്റി നഗരസഭയുടെ പ്രധാന കവാടത്തിലെത്തി സമാപിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾ നഗരസഭാ കവാടത്തിന് മുമ്പിൽ മണിക്കൂറുകളോളം മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേനയെ തൊഴിലിന്റെ പേരിൽ അധിക്ഷേപിക്കുന്ന നടപടി ജനാധിപത്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവും തൊഴിൽ വിരുദ്ധവുമാണെന്നും ഹരിതകർമ്മസേനയെ എപ്പോഴും കൂടെ നിർത്തുമെന്നും PM സുരേഷ് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നയമാണ് കേരളത്തിലെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ എടുത്തിട്ടുള്ളത്. ഇതിലെ ഒരു രാഷ്ട്രീയമില്ല, പക്ഷേ ഇതിലൊരു രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളെന്നും സ്ത്രീകൾ തന്നെയാണ് എന്നും അവരൊരു തരത്തിലും ഒരു അർഹതയ്ക്കും അംഗീകാരമില്ലാത്തവരാണ് എന്നും അവരെന്നും അടിച്ച് അമർത്തപ്പെട്ട വിഭാഗമാണെന്നും വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഇവിടെ. ആ രാഷ്ട്രീയത്തിന്റെ വാക്താക്കളാണ് കുന്നംകുളം നഗരസഭയിലെ ഈ പരാമർശം നടത്തിയത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നഗരത്തെ നല്ല രീതിയിൽ ശുചിത്വപൂർണ്ണമാക്കാൻ കഴിഞ്ഞതിനാലാണ് കുന്നംകുളത്തെ ഹരിതകർമ്മസേന ജില്ലയിൽ ഒന്നാമതെത്തിയതെന്നും അവർ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും സീതാ രവീന്ദ്രൻ പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പുഷ്പ ജോൺ, ഹരിതകർമ്മസേന കൺസോർഷ്യം അംഗങ്ങളായ ഷീബ ബിജു, സെക്രട്ടറി ശുഭ ബിനു, പ്രീജ വിനോദ്, ഷീജ ജോണി, KE ബിന്ദു, രേണുക, വിജയ, ധന്യ, ബിഷ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. സ്ത്രീത്വത്തെയും മനുഷ്യന്റെ അഭിമാനബോധത്തെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ തോട്ടിപ്പണിക്കാർ എന്ന് അധിക്ഷേപിച്ചത് പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമാണെന്ന് CPM കുറ്റപ്പെടുത്തി. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ BJP പാർലമെന്ററി പാർട്ടി ലീഡറായ KK മുരളി കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന്, സ്ത്രീത്വത്തെ അപമാനിച്ച മുരളിക്കെതിരെ കേസെടുക്കണമെന്നും CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MN സത്യൻ ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ്
BJP പാർട്ടി ലീഡറായ KK മുരളി ഹരിതകർമ്മസേന പ്രവർത്തനത്തെ തോട്ടിപ്പണിയോട് ഉപമിച്ചത് എന്നാണ് ആരോപണം ഉയർന്നത്. സാമൂഹ്യ ശുചിത്വം ഉറപ്പുവരുത്താനും മണ്ണിനെയും ജലത്തെയും മലിനമാക്കുന്ന മാലിന്യം സംസ്കരിക്കാനും മഹത്തായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ. ഇവരുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള സൽപ്രവൃത്തിയെ ആക്ഷേപിച്ച കൌൺസിലർ മുരളി സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിട്ടുള്ളതെന്ന് CPM കുറ്റപ്പെടുത്തി. മനുഷ്യനെക്കൊണ്ട് മലം ചുമന്നു കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ ഭരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ് കുന്നംകുളത്തെ സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസംഗം കൌൺസിൽ യോഗത്തിൽ നടത്തിയത് എന്നത് ലജ്ജാകരമാണെന്നും സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണമെന്നും ഏരിയ സെക്രട്ടറി MN സത്യൻ അഭ്യർത്ഥിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തിനകത്ത് തോട്ടിപ്പണിക്കാർ എന്ന് വിളിച്ച് അപമാനിച്ച KK മുരളിയുടെ നടപടി സത്യപ്രതിജ്ഞ ലംഘനമാണ്. സ്ത്രീത്വത്തെ അപമാനിച്ച KK മുരളി എന്ന് പറയുന്ന കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നും സ്ത്രീകളെ പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുരളിക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. CCTV ന്യൂസ് കുന്നംകുളം. ഹരിതകർമ്മസേനാംഗങ്ങളെ തോട്ടിപ്പണിക്കാരോട് ഉപമിച്ചിട്ടില്ലെന്ന് BJP കൌൺസിലറും പ്രതിപക്ഷ നേതാവും പാർലമെന്ററി പാർട്ടി നേതാവുമായ KK മുരളി പറഞ്ഞു. കുന്നംകുളം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിൽ ഹരിതകർമ്മസേനയ്ക്കെതിരെ താൻ വിവാദ പരാമർശം നടത്തിയെന്ന് സംബന്ധിച്ച് ഉയർന്നുവരുന്ന ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു KK മുരളി. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിരോധിച്ച തോട്ടിപ്പണി സമ്പ്രദായം മറ്റൊരു രീതിയിൽ കുന്നംകുളത്ത് നടപ്പിലാക്കുവാൻ CPM ശ്രമിക്കരുത് എന്നും യൂസർ ഫീ 3 മാസത്തിലൊരിക്കൽ ആക്കണമെന്നും BPL അതിദരിദ്രർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ എന്നിവരുടെ യൂസർ ഫീ ഒഴിവാക്കണമെന്നുമാണ് താൻ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടതെന്നും CPMന്റെ രാഷ്ട്രീയ മുതലെടുപ്പിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ വീണു പോകരുത് എന്നും കുന്നംകുളത്തെ CPM നേതൃത്വം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണം അവസാനിപ്പിക്കണമെന്നും KK മുരളി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകൾ. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വൈദ്യുതി നിരക്ക് വർധനയിലും പ്രതിഷേധിച്ച് SDPI പുന്നൂർക്കുളം വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായി പുന്നൂർക്കുളം KSEB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വെള്ളിയാഴ്ച കാലത്ത് 10 മണിക്ക് പുന്നൂർക്കുളം മാവിൻചുവട് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുന്നൂർക്കുളം KSEB ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് KSEB ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് വടക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV നാസർ അധ്യക്ഷത വഹിച്ചു. അയ്യൂബ് സ്വാഗതവും സാബിർ നന്ദിയും പറഞ്ഞു. പ്രകടനത്തിന് ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി യഹിയ മന്ദലാകുന്ന, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിമാരായ ആഷിഫ് പാപ്പാളി, സാബിർ ആറ്റുപുരം, പഞ്ചായത്ത് ട്രഷറർ അയ്യൂബ് പെരിയമ്പലം, ജോയിന്റ് സെക്രട്ടറി ആഷിൽ മാവിൻചുവട്, വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിച്ച പ്രധാന അധ്യാപകർക്ക് യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടത്തി. പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി നേതൃത്വത്തിലാണ് യാത്രയും ഉപഹാര സമർപ്പണവും നടത്തിയത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, സെക്രട്ടറി PA ഷൈല, കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക സജിത ഹാരിസ്, ആസൂത്രണ സമിതി അംഗങ്ങളായ PK രാജൻ, വത്സൻ പാറന്നൂർ എന്നിവർ സംസാരിച്ചു. മെയ് 31 വിരമിക്കുന്ന കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂൾ പ്രധാനാധ്യാപകൻ CJ ജലീൽ മാസ്റ്റർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മൊമന്റോ കൈമാറി. പഞ്ചായത്ത് അംഗങ്ങൾ, എഡ്യൂക്കേഷൻ കമ്മിറ്റി അംഗങ്ങൾ, BRC പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാലിശ്ശേരിയിൽ CSA ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. കായിക പ്രേമികൾക്ക് പൂരാവേശം തീർത്താണ് മേളയ്ക്ക് കൊടിയിറങ്ങിയത്. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ കലാശപ്പോരിൽ ഷിഫ മഞ്ചേരി കിരീടം നേടി. ഫൈനൽ മത്സരം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പ്രശസ്തനായ ഫുട്ബോൾ കമന്ററി ഷൈജു ദാമോദരൻ, പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും ഫുട്ബോൾ പ്രവർത്തനത്തിന് സഹായങ്ങൾ നൽകിയ അൻസാരി കൺവെൻഷൻ സെന്റർ ഉടമ കറുപ്പമീട്ടിൽ ബഷീർ, ഇസ ഗ്രൂപ്പ് മണി മറൂഫ്, സഹയാത്ര DK അംഗം അർച്ചിദ്, മുൻ MLA TP കുഞ്ഞുണ്ണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയേക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, VS ശിവാസ്, PV രജീഷ് കുമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ബാബു നാസർ, KC കുഞ്ഞൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ തുടങ്ങിയവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. ഫൈനൽ മത്സരം ഗോൾ പോസ്റ്റിലേക്ക് പന്തുതട്ടി മന്ത്രി MB രാജേഷ് കിക്ക് ഓഫ് ചെയ്തു. സന്തോഷ് ക്ലബ് കുമരനെല്ലൂർ, ഉഷ FC തൃശൂരും ഷിഫ മഞ്ചേരിയും തമ്മിൽ ഏറ്റുമുട്ടി മുഴുവൻ സമയം കളിച്ച് ഗോൾ രഹിത സമനിലയിലായി. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ഷിഫ മഞ്ചേരി ജയിച്ചു. ഷിഫ മഞ്ചേരിയുടെ സലാം മികച്ച ഗോളിയായി. മത്സരം കാണുന്നതിനെത്തിയ കായിക പ്രേമികൾ മൈതാനത്തെ ഉത്സവപ്പെരുമയുടെ അലകടലാക്കി. കാണികൾക്ക് ആവേശം നൽകി.
ISL ഫുട്ബോൾ കമന്ററി ഷൈജു ദാമോദരന്റെ കമന്ററിയുമുണ്ടായി. വാദ്യമേളങ്ങളോടും ആർപ്പുവിളികളുമായി കായികപ്രേമികൾ ഇരു ടീമുകൾക്കും പിന്തുണ നൽകി. ഗ്യാലറി തിങ്ങിനിറഞ്ഞ് കാണികൾ മൈതാനത്തിനു ചുറ്റും ഇരുന്നും നിന്നും കളി കണ്ടു. ജേതാക്കളായ ടീമുകൾക്ക് നാരായണൻ നമ്പൂതിരിപ്പാട് ട്രോഫികൾ വിതരണം ചെയ്തു. മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സഹയാത്ര ചാരിറ്റബിളും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു മാസക്കാലമായി നടന്നുവന്ന CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിപ്പിച്ച കായികപ്രേമികൾക്ക് സംഘാടകർ നന്ദി പറഞ്ഞു. ടൂർണമെന്റ് ഭാരവാഹികളായ ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ സജീഷ് കളത്തിൽ, ജോയിന്റ് കൺവീനർമാരായ TK സുനിൽകുമാർ, TA രണദിവെ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുറ്റിപ്പുറം സംസ്ഥാനപാത കല്ലുംപുറം ജംഗ്ഷനിൽ തകർന്ന സ്ലാബ് വാഹനയാത്രികർക്ക് ഭീഷണിയാകുന്നു. കല്ലുംപുറം ജംഗ്ഷനിൽ ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് 3ഓളം സ്ലാബുകൾ തകർന്നിരിക്കുന്നത്. ചെറിയ തകർച്ച ഉണ്ടായിരുന്ന സ്ലാബുകൾ കൂടുതൽ തകരുകയായിരുന്നു. പെരുമ്പിലാവ് നിലമ്പൂർ പാതയിൽ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുഭൂരിപക്ഷം വാഹനങ്ങളും കല്ലുംപുറം വഴിയാണ് കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്നത്. പഴഞ്ഞി ചങ്ങരംകുളം ഭാഗത്തുനിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുന്നത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. തകർന്ന കുഴിയിൽ അപായ സൂചനയ്ക്കായി നാട്ടുകാർ വലിയ മരച്ചില്ല വെച്ചിട്ടുണ്ട്. ചൂണ്ടൽ പഞ്ചായത്തിലെ 12ാം വാർഡ് എരനെല്ലൂർ കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ ബാലസഭ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ എരനെല്ലൂർ ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിശിഷ്ടാതിഥിയായി കേച്ചേരി LP സ്കൂൾ അധ്യാപിക മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PT ജോസ്, പഞ്ചായത്ത് അംഗം TP പ്രജിഷ്, ആശാ വർക്കർ അന്ന സൈമൺ, ADS അംഗം ഷബ്ന സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ഗൗരി ശങ്കർ അവതരിപ്പിച്ച മാജിക് ഷോയും ബാലസഭാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. 5 വയസ്സ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളാണ് ബാലസഭ അവധിക്കാല ക്യാമ്പിൽ പങ്കെടുത്തത്. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ മത്സ്യഫെഡിന്റെ സഹായത്തോടെ സ്വയം സഹായ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കുള്ള മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് TM ഹനീഫ അധ്യക്ഷത വഹിച്ചു. സംഘം ഡയറക്ടർമാരായ CB വിശ്വനാഥൻ, UV സനിൽകുമാർ, കരിമ്പൻ സന്തോഷ്, ലീല ശേഖരൻ, മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ CR ലിഷ, സംഘം സെക്രട്ടറി സനില സുധീരൻ, റീന കരുണൻ എന്നിവർ സംസാരിച്ചു. 14 സ്വയം സഹായ ഗ്രൂപ്പുകളിലെ 170 അംഗങ്ങൾക്കായി 51 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. പ്രവാസി കലാകായിക സാംസ്കാരിക സംഘം തൃശൂർ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനം പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രവാസികളെ പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി P സൈദാലിക്കുട്ടി ആദരിച്ചു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് KV അഷ്റഫ് ഹാജി, ജില്ലാ സെക്രട്ടറി MK ശശിധരൻ, സുലേഖ ജമാൽ, KA ബഷീർ, MP മോഹനൻ, അഡ്വക്കേറ്റ് MK ഹക്ക്, ബാഹുലയൻ പള്ളിക്കര, ശാലിനി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസികളുടെ പുസ്തക പ്രദർശനം, വിവിധ കലാപ്രദർശനം, സഫ്രോം കി സിന്ദഗി എന്ന നാടകം, ഗസൽ റാവ് എന്നിവയും ഉണ്ടായി. ഇസാഫ് കോപ്പറേറ്റീവിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീട് സമർപ്പണം നടന്നു. വടക്കേക്കാട് മൂന്നാങ്കല്ല് സ്വദേശിയും ഇസാഫ് അക്കിക്കാവ് ബ്രാഞ്ച് ലക്ഷ്മി പാർവതി സംഘം മെമ്പറുമായ ജിഷ സുധാകരനാണ് സ്നേഹവീട് സമർപ്പിച്ചത്. ഭവനമില്ലാത്തവർക്ക് ഭവനം എന്ന ആശയത്തോടെ ഇസാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന 100 സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്നേഹവീട് സമർപ്പിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. ഇസാഫ് സോഷ്യൽ ഇനീഷ്യേറ്റീവ് ചീഫ് അസോസിയേറ്റ് മാനേജർ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡിവിഷണൽ മാനേജർമാരായ മുംതാസ് PA, അനീഷ് വിയ, ഇസാഫ് അക്കിക്കാവ് ബ്രാഞ്ച് ഹെഡ് ലയ, സോഷ്യൽ ഇനീഷ്യേറ്റീവ് സീനിയർ മാനേജർ ബീന ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. അക്കിക്കാവ് CSM ജോൺ KV നന്ദി പറഞ്ഞു. സോഷ്യൽ ഇനീഷ്യേറ്റീവ് സ്റ്റാഫ് പ്രതിനിധികളായ ബിന്ദു ലിറ്റോ, ശരണ്യ എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിക്കുന്ന കഥോത്സവം പ്രീ സ്കൂൾ അധ്യാപക ശാക്തീകരണത്തിന് മുതുവട്ടൂർ ശിക്ഷസദനിൽ തുടക്കമായി. ജില്ലാതല റെസിഡൻഷ്യൽ ക്യാമ്പ് ഗുരുവായൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സായിനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംഗീത MT സ്വാഗതം പറഞ്ഞു. ജ്യോതി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രിജി KV പദ്ധതി വിശദീകരണം നടത്തി. ട്രെയിനർ ഫേബ ഡേവിഡ് നന്ദി പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സ്കൂളുകളിലൊന്നായ എരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പരീക്ഷയിൽ മികച്ച വിജയം
91% വിജയം കൈവരിച്ചതിൽ 20 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളും A+ സ്വന്തമാക്കി. സയൻസിൽ 121 പേർ പരീക്ഷ എഴുതി 109 പേർ വിജയിച്ചു. ഹ്യൂമാനിറ്റീസിൽ 66 പേർ പരീക്ഷ എഴുതി 57 പേരും, കൊമേഴ്സിൽ 64-ൽ 63 പേരും വിജയിച്ചു. സയൻസിൽ 91%, കൊമേഴ്സിൽ 98.4%, ഹ്യൂമാനിറ്റീസിൽ 89.4% വിജയം സ്വന്തമാക്കാനായി. SSLC പരീക്ഷയിൽ 98.8% വിജയവും 48 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ A+ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. +2 പരീക്ഷാഫലം വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് 91.01% വിജയം. 178 പേർ പരീക്ഷ എഴുതിയതിൽ 168 പേർ വിജയിച്ചു. ഇതിൽ 23 പേർക്ക് എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കാനായി. കൊമേഴ്സ് വിഭാഗത്തിൽ 100% വിജയമുണ്ട്. 58 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 3 പേർക്ക് എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കാനായി. സയൻസ് വിഭാഗത്തിൽ 92% വിജയമുണ്ട്. 60 പേർ പരീക്ഷ എഴുതിയതിൽ 55 പേർ വിജയിച്ചു. 16 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 82% വിജയം. 60 പേർ പരീക്ഷ എഴുതി 49 പേർ വിജയിച്ചു. 4 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ +2 പരീക്ഷയിലും മികച്ച വിജയം. 90% വിജയം. ഇത് നാടിന് അഭിമാനമായി. 387 പേര് പരീക്ഷ എഴുതിയതിൽ 348 പേർ ഇത്തവണ വിജയിച്ചു. 30 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. തൃത്താല ഉപജില്ലയിൽ 3 വർഷം തുടർച്ചയായി ഉയർന്ന വിജയശതമാനം ചാലിശ്ശേരി സ്കൂളിനാണ്. 2007 സുവർണ ജൂബിലി മുതൽ അധ്യാപകരുടെയും രക്ഷാകർതൃ സമിതിയുടെയും ശക്തമായ പിന്തുണയുടെ ഫലമായി ഓരോ വർഷം കഴിയുന്തോറും വിജയശതമാനം കൂടി വരികയാണ്. 3 സയൻസ്, 2 കൊമേഴ്സ്, 1 ഹ്യൂമാനിറ്റീസ് എന്നീ 6 ബാച്ചുകളാണ് ഇവിടെയുള്ളത്. പാഠ്യേതര രംഗങ്ങളിൽ സംസ്ഥാന തലത്തിൽ ഇതിനകം ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാലയമായി തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ പൊതുവിദ്യാലയം മാറിയിട്ടുണ്ടെന്ന് അധ്യാപകർ പറഞ്ഞു. സുവർണ ജൂബിലിയുടെ ഭാഗമായി നാടിന്റെ വികസനം സ്കൂൾ വികസനത്തിലൂടെ എന്ന ലക്ഷ്യവുമായി നടത്തിയ പ്രവർത്തനങ്ങൾ മുതൽക്കൂട്ടായി. അധ്യാപകർക്ക് PTA നൽകിയ പിന്തുണയും അധ്യാപകരുടെ സമർപ്പിത മനോഭാവവുമാണ് മികച്ച വിജയത്തിന് ആധാരമെന്നും പുതിയ അധ്യയന വർഷം മുതൽ കൂടുതൽ മികവാർന്ന പ്രവർത്തനം നടത്തുമെന്നും പ്രിൻസിപ്പാൾ പ്രീതി വർഗീസ് പറഞ്ഞു. +2 റിസൾട്ട് വന്നപ്പോൾ സംസ്ഥാന ശരാശരിയേക്കാളും വളരെ ഉയർന്ന വിജയശതമാനത്തിലാണ് ചാലിശ്ശേരി സ്കൂൾ ഇരിക്കുന്നത്. 90% വിജയമാണ്. 387 കുട്ടികൾ സ്കൂളിൽ പരീക്ഷ എഴുതിയതിൽ 348 പേരും ഉപരിപഠനത്തിന് അർഹരായിട്ടുണ്ട്. 30 പേർക്ക് ഫുൾ A+ നേടാനായി. ചാലിശ്ശേരി മേഖലയിൽ, തൃത്താല മേഖലയിൽ ഏറ്റവും ഉയർന്ന ഒരു റിസൾട്ട് തന്നെയാണ് 90% കിട്ടിയിരിക്കുന്നത്. മികച്ച വിജയം സമ്മാനിച്ചവരെ പ്രിൻസിപ്പാൾ പ്രീതി വർഗീസ്, PTA പ്രസിഡന്റ് PK കിഷോർ എന്നിവർ അഭിനന്ദിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. മർത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 117 പേർ പരീക്ഷ എഴുതിയപ്പോൾ 93 പേർ വിജയിച്ചു. 80% വിജയം. സയൻസിൽ 60 പേർ പരീക്ഷ എഴുതിയപ്പോൾ 53 പേർ വിജയിച്ചു. 5 പേർക്ക് എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കാനായി. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 57 പേർ പരീക്ഷ എഴുതി 40 പേർ വിജയിച്ചു. മുണ്ടത്തിക്കോട് NSS വെങ്കട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും വിജയത്തിളക്കം. +2-ന് 83% വിജയമാണ് സ്കൂൾ സ്വന്തമാക്കിയത്. 16 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കി. NSS കാര്യയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് സ്കൂളിലെത്തി അധ്യാപകരെ അനുമോദിച്ചു. മുഴുവൻ കുട്ടികൾക്കും മധുരം നൽകി. പ്രിൻസിപ്പൽ LR രജി കുട്ടികളെ ആദരിച്ചു. PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ നെല്ലുവായി പ്രവൃത്ത കലാസാംസ്കാരിക വേദി അനുമോദിച്ചു. അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രവീണ രമേശ്, VS ശ്രീലക്ഷ്മി, KK നന്ദിത, നക്ഷത്ര, KR ദേവിക, നന്ദ K നായർ, ശ്രേയ മുരളി, MV അൽന, അശ്വിൻ എന്നിവരെയാണ് അനുമോദിച്ചത്. പ്രവൃത്ത പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NP ബിജു, പഞ്ചായത്ത് അംഗം NP അജയൻ, MP അബു, PC ധർമ്മേഷ്, പ്രവൃത്ത സെക്രട്ടറി പ്രശാന്ത് മാവേലിമന, KU രമേശ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ. തീരദേശ മേഖലയിൽ തലമുറകൾക്ക് വിദ്യയുടെ അഗ്നി പകർന്നു നൽകിയ ബ്ലാങ്ങാട് GFUP സ്കൂളിന്റെ ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനും മുൻ MLA-യുമായ KV അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയാകും. KV അബ്ദുൽ ഖാദർ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷവേളയിൽ പ്രഖ്യാപിച്ചത് പ്രകാരം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 99.99 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആധുനിക രീതിയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അന്നേ ദിവസം വൈകിട്ട് 5 മണി മുതൽ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യ ഉണ്ടാകുമെന്നും വൈസ് ചെയർമാൻ കൂട്ടിച്ചേർത്തു.
ഡിവൈഎഫ്ഐ വെള്ളാട്ടഞ്ഞൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 6ാമത് ASN മെമ്മോറിയൽ വെന്നേഴ്സ് ട്രോഫിക്കും TK നമ്പീശ്വരൻ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള 7 ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ശനി ഞായർ ദിവസങ്ങളിൽ വെള്ളാട്ടഞ്ഞൂർ ഫാൽക്കൺ ഗ്രൗണ്ടിൽ നടക്കും. കിക്ക് ഓഫ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ മുഖ്യാതിഥിയാകും. സമാപന യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. മാലിന്യവിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി മഹിളാ അസോസിയേഷൻ വെള്ളാട്ടഞ്ഞൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തി. മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കർമ്മല ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഷെർലി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സോണി പ്രദീപ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ആരിഫ് സാബിർ നന്ദിയും പറഞ്ഞു. വിദ്യ ഉണ്ണികൃഷ്ണൻ, സബിത മണികണ്ഠൻ, ആശ രജീവൻ, ഷീബ ഭരതൻ, ബിന്ദു, പ്രേമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ നിന്നും മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ടതിന് 25,000 രൂപ പിഴ ചുമത്തി. പുന്നൂർ പഞ്ചായത്താണ് പിഴ ചുമത്തിയത്. CCTV ന്യൂസ് ഇമ്പാക്ട്. മാലിന്യങ്ങൾ റോഡിൽ തള്ളുന്നവർക്കെതിരെയും മലിനജലം ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നവർക്കെതിരെയും നടപടികൾ ആരംഭിച്ചു. അകലാട് ഭാഗത്ത് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലേബർ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും വൻതോതിൽ മലിനജലം ഒഴുക്കിവിട്ടിരുന്നത് CCTV വാർത്തയാക്കുകയും പഞ്ചായത്ത് ഇവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. വീണ്ടും ഇത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് 25,000 രൂപ പിഴ ചുമത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറി ഷീജ NV, അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ നാരായണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തവർക്കെതിരെയും റോഡരികിൽ തള്ളുന്നവർക്കെതിരെയും കർശന നടപടികൾ തുടരുമെന്നും നിരീക്ഷണം ശക്തമാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. CCTV ന്യൂസ് പുന്നയൂർക്കുളം. കുന്നംകുളം തുറക്കുളം മാർക്കറ്റ് പരിസരത്ത് മലിനജലം ഒഴുക്കിയ വാഹന ഉടമയിൽ നിന്നും 5,000 രൂപ പിഴ ഈടാക്കി. കുന്നംകുളം നഗരസഭയുടെ തുറക്കുളം മാർക്കറ്റിൽ മത്സ്യം കയറ്റി വന്നിരുന്ന വലിയ വാഹനങ്ങളിൽ നിന്നും മലിനജലം മാർക്കറ്റിലും പരിസരത്തെ റോഡുകളിലും ഒഴുക്കുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ നേതൃത്വത്തിൽ നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് KL 48D 9064 നമ്പറുള്ള വലിയ ലോറിയിൽ നിന്നും മലിനജലം ഒഴുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഹെൽത്ത് സ്ക്വാഡ് വാഹനം കസ്റ്റഡിയിലെടുത്ത് വാഹന ഉടമ സലീമിൽ നിന്ന് 5,000 രൂപ പിഴ ഈടാക്കി. പൊതു സ്വകാര്യ ഇടങ്ങളിലും ജലാശയങ്ങളിലും മലിനജലം ഒഴുക്കുന്നത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നതിനാൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് കുന്നംകുളം നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എരുവപ്പെട്ടി വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരുവപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തി. ഏരിയ കമ്മിറ്റി സെക്രട്ടറി മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് വൈസ് പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സുമന സുഗതൻ, നകുല പ്രമോദ്, ഷർമിള ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധതയുടെ 7 ആണ്ടെന്ന മുദ്രാവാക്യമുയർത്തി BJP പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് അൾട്ര സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം ഗുരുവായൂർ നിയോജക മണ്ഡലം സെക്രട്ടറി KC രാജു ഉദ്ഘാടനം ചെയ്തു. BJP പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ലക്ഷ്മണന്റെ അധ്യക്ഷതയിൽ യുവമോർച്ച ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് നടുവത്ത്, BJP പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MG സുരേഷ്, വാർഡ് മെമ്പർമാരായ ഇന്ദിരാ പ്രഭുലൻ, അനിത ധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. JKS ബോധിധർമ്മ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഷോട്ടോക്ക് ആൻഡ് കരാത്തെ ബീച്ച് ട്രെയിനിംഗ് മന്ദലാംകുന്ന് ബീച്ചിൽ ശനിയാഴ്ച തുടങ്ങും. ട്രെയിനർ ഷിഹാൻ അഡ്വക്കേറ്റ് മനോജ് KS നേതൃത്വം നൽകും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 95 50 47 21. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു 94 95 50 47 21. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5555 രൂപ. സ്വർണ്ണ പവന് 44,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 76 രൂപ. ചർമ്മം കിഴൂർ വലിയപുരയ്ക്കൽ ശിവൻ മകൾ വിജി നിര്യാതയായി. 36 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം ക്രിമിറ്റോറിയൽ നടന്നു. ആദിദേവ്, ദേവദത്ത് എന്നിവർ മക്കളാണ്. ചെമ്മണ്ണൂർ പരേതനായ വിളക്കതല ബാലൻ നായർ മകൻ സുഭാഷ് നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. മീന ഭാര്യയും സ്വാതി മകളുമാണ്. വടക്കേക്കാട് കല്ലൂർ ICA റോഡ് കോളങ്ങാട്ടിൽ ചേന്തൻ മാഷ് എന്ന KC ചേന്തൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് മുൻ അംഗവും CPM പാർട്ടി അംഗവും മുതിർന്ന പ്രാദേശിക നേതാവുമാണ് പരേതൻ. കൗസല്യ ഭാര്യയും ബൈജു, ബിജു എന്നിവർ മക്കളുമാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും അദാലത്ത് കുന്നംകുളത്ത് റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രണയപ്പകയെന്ന സംശയം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറുകൾ കത്തിച്ച നിലയിൽ. സംഭവം പുന്നിയൂർ അകലാട് ഒറ്റൈനി ബീച്ച് റോഡിൽ, കാട്ടിലപ്പള്ളി മഹളലിംഗ് റോഡിൽ കോട്ടപ്പറമ്പിൽ സുലൈമാന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് അഗ്നിക്കിരയാക്കിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടിമിന്നലിൽ കൃഷിനാശം. കനത്ത മഴയോടുകൂടി ഇടിമിന്നലിൽ ചിറ്റണ്ട പൂങ്ങോടിൽ 50ഓളം നേന്ത്രവാഴകൾ നശിച്ചു. കൊട്ടശ്ശേരി ചന്ദ്രന്റെ കൃഷിത്തോട്ടത്തിലെ നേന്ത്രവാഴകളും 2 തെങ്ങുകളും നശിച്ചു. കടയിൽ അതിക്രമിച്ചു കയറി ഉടമയെ ആക്രമിച്ചു. എരുമപ്പെട്ട് ചിറ്റണ്ടയിൽ കടയിൽ അതിക്രമിച്ചു കയറി ഉടമയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. മൃഗാശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന പാർവതി സ്റ്റോഴ്സ് ഉടമ സനൂപിനാണ് മർദ്ദനമേറ്റത്. കേച്ചേരി എരനല്ലൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പെട്രോൾ പമ്പ് ഉടമകൾ സംസ്ഥാനപാത കയ്യേറിയതായി പരാതി. പെട്രോൾ പമ്പിന്റെ നിർമ്മാണം നടക്കുന്നത് തൃശൂർ കുന്നംകുളം പാതയിൽ എരനല്ലൂരിനും മഴുവഞ്ചേരിക്കുമിടയിൽ. തോട്ടിപ്പണിക്കാരെന്ന പരാമർശം BJP കൗൺസിലർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം. സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ BJP കൗൺസിലർ രാജിവെക്കണമെന്ന CPM ഏരിയ സെക്രട്ടറി MN സത്യൻ. ഹരിതകർമ്മ സേനാംഗങ്ങളെ അത്തരത്തിൽ ഉപമിച്ചിട്ടില്ലെന്ന് ആരോപണ വിധേയനായ BJP കൗൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ KK മുരളി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.